ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല. നമ്മുടെ ഉള്ള പേഴ്സണാലിറ്റി, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേൾഡ് വ്യൂ, അത് നമുക്കിനി അനുയോജ്യമല്ല എന്ന് നമ്മുടെ മൈൻഡ് തന്നെ തിരിച്ചറിയുക, അല്ലെങ്കിൽ നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുന്ന ഒരു മൊമെൻ്റാണ്. നമ്മുടെ ലൈഫ് സ്റ്റക്കായിരിക്കുകയാണ്, അപ്പോഴാണ് വിഷാദം വരുന്നത്. ബിക്കോസ് അതിനൊരു കാരണമില്ല. കാരണം ഉണ്ടായിട്ട് വിഷമം വന്നാൽ അത് വിഷമമാണ്, വിഷാദമല്ല. വിഷാദം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റക്കായി, നമ്മളിത് മാറ്റിയേ പറ്റൂ. അപ്പോഴാണ് റിയലി സ്പിരിച്വാലിറ്റി വേണ്ടത്. അല്ലാതെ അതിന് അഫ്കോഴ്സ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ എല്ലാവരും ശ്രമിക്കുന്നത് അവരെ അതിന് മുന്നേ എങ്ങനെയായിരുന്നു അവർ അതുപോലെ ആക്കാൻ നോക്കുകയാണ്. അവരൊരിക്കലും ഇനി പഴയ ആളാവില്ല. അവർ വേറൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരെ ചുറ്റിനുള്ളവരെ നോക്കിയിട്ട് അവരാലോചിക്കുന്നത് ഞാൻ എങ്ങനെ മാറും. ആ ഡിഫിക്കൽട്ടിയാണ് സത്യത്തിൽ വിഷാദം. അതൊരു രോഗമല്ല. ഇറ്റ് ഈസ് എന്താ പറയുക, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ ഇപ്പോൾ സമയമെടുത്താണല്ലോ ഇതിനെ അതിജീവിച്ചത്. ആ അതിജീവിക്കുന്ന ഘട്ടത്തിൽ തന്നെ ലെനയ്ക്ക് വന്ന ചില ക്ലാരിറ്റികൾ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ പല ആളുകളെ സംബന്ധിച്ചും ഒരു ചികിത്സ തേടാന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതെന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം പലരെ സംബന്ധിച്ച് നടക്കുന്നില്ല. പക്ഷേ അതിലൊരു ക്ലാരിറ്റി വന്നത് ശരിക്കും എങ്ങനെയാണ്? എനിക്ക് തുടക്കം മുതൽ ഫസ്റ്റ് വന്നത് ക്ലാരിറ്റിയാണ്. പിന്നെ ആ ക്ലാരിറ്റീനെ കളയാൻ തന്ന മരുന്നുകൾ കാരണം വന്ന വിഷാദമാണ്. അതുകൊണ്ടാണ് എനിക്കത് നേരിടാൻ പറ്റിയത്. മിക്ക ആൾക്കാർക്കും വിഷാദമാണ് ആദ്യം വരുന്നത്. അവർക്ക് ക്ലാരിറ്റി ഇല്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഞാൻ ഓൾറെഡി ക്ലിനിക്കൽ സൈക്കോളജി ഡിഗ്രിക്കും പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും പഠിച്ച ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ കൂടുതലും സൊസൈറ്റിയിൽ ബോധവൽക്കരണം കൊണ്ടുവരണം, ആൾക്കാരെ അറിയിക്കണം എന്താ സംഭവിക്കുന്നത്, വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ്. ഇപ്പോഴത്തെ ഫാസ്റ്റ് പേസ് ലൈഫിൽ യങ്ങർ പ്രായത്തിൽ ചെറുപ്പക്കാർക്കാണ് ഇത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അസുഖമല്ല, ഇതൊരു വീർപ്പുമുട്ടലാണ്. നമ്മുടെ എൻറ്റയർ സിസ്റ്റം ആ ഒരു ലൈഫിൽ നിന്ന് വീർപ്പ് മുട്ടിയിട്ട് നമുക്ക് ചുറ്റിനും നോക്കുമ്പോൾ നത്തിങ് ഈസ് ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടൈം ഫോർ 100% ചേഞ്ച്. ഈ സൈക്കോളജി പഠിച്ചതിൻ്റെ ഒരു ഗുണം അനുഭവപ്പെട്ടിട്ടുണ്ട് എഴുത്തിലും എന്നുള്ളത് വായിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് സ്പിരിച്വലായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല, ഈ കടന്നുപോയ സംഘർഷങ്ങളെക്കുറിച്ച് പറയുമ്പോഴായാലും ഒരു മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെ വളരെ ഗ്രാഫിക്കലി കൂടി ലെന ഈ പുസ്തകത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരാൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. വെറുതെ നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ എഴുതുന്ന ഒരു ആത്മകഥയല്ല ഇത് നമുക്ക് പറഞ്ഞു തരുന്ന ചില പുതിയ അറിവുകൾ കൂടി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പഠനം ഉണ്ടാവുമല്ലോ അല്ലേ? പഠിച്ചത് 5 വർഷം സൈക്കോളജിയാണ്. പക്ഷെ ജീവിതം പഠിപ്പിച്ച പാഠങ്ങളാണ് ഞാൻ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഒരിക്കലും എൻ്റെ ആത്മകഥ എഴുതുന്നത് ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് കാണിക്കുന്ന ഒരു ആത്മകഥ അല്ല. ഇത് എൻ്റെ ആത്മകഥ അല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ദൈവത്തിൻ്റെ ആത്മകഥ എന്ന് പറയാൻ കാരണം, ആരാത്മകഥ എഴുതിയാലും അത് ദൈവമാണ് എഴുതുന്നത് ആ കയ്യിലൂടെ എന്നുള്ളൊരു ആംഗിളിൽ നിന്നാണ്. സോ ഇവിടെ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞാലും ആ ബുക്ക് തുടക്കം മുതൽ അവസാനം വരെ വായിച്ചാൽ കിട്ടുന്ന ഒന്നും നമുക്കിവിടെ ഇരുന്ന് പറഞ്ഞ് പോവില്ല. ബിക്കോസ് ചെറിയ ചെറിയ ബിറ്റ്സായിട്ട് ഇത് കേൾക്കുമ്പോൾ എന്താ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അതിന് എനിക്ക് മനസ്സിലായത്, ബുക്ക് വായിച്ചവരിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്ക്, പല ഫ്രണ്ട്സും ഒരൊറ്റ ഇരിപ്പിലാണ് വായിച്ചു തീർത്തത്. എനിക്കത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് ഈ ഞാൻ, ആരാണ് ഞാൻ? അപ്പോൾ സ്റ്റക്കായി പോകും, ഉത്തരമില്ല. അങ്ങനെ ഉത്തരമില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പുസ്തകം എടുത്ത് വായിക്കേണ്ടത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളരുമ്പോൾ നമ്മുടെ ചുറ്റിനും ആ വളർച്ച വേറെ ഉണ്ടായിരുന്നവർ ഒരുപക്ഷെ നമ്മളായിട്ട് ഇനി റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കും. അവിടെയാണ് നമ്മുടെ സംഘർഷം തുടങ്ങുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളൊരു ബോൾഡ് തീരുമാനമെടുത്തിട്ട്, ശരി ഇവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ചുറ്റിനുള്ളവരുടെ സ്റ്റാൻഡേർഡ് കൂട്ടേണ്ട സമയമായി. നമ്മുടെ സെയിം ബാക്ക്ഗ്രൗണ്ടും ഫ്രണ്ട്സും തന്നെ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. നമ്മൾ ഇവോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റിനുള്ളവരുടെ സ്റ്റാൻഡേർഡ് മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളത് ബോദർ ചെയ്യണ്ട, അത് തന്നെ വന്നോളും. ഈ സിനിമകൾ ചെയ്യുന്ന ഒരു കാലത്ത് മികച്ച കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് മലയാളികൾക്ക് വളരെ സുപരിചിതയായ ഒരു നടിയായി ലെന നിൽക്കുന്ന സമയത്ത് ലെന തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമുണ്ട്, അന്ന് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുമായിരുന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴാണോ നിങ്ങൾ അത്രത്തോളം കേൾക്കാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത്, അപ്പോഴാണ് നിങ്ങൾ പലരും സംശയത്തോടു കൂടി നോക്കാൻ തുടങ്ങിയത്,
എന്ന് പറയുന്നുണ്ട്, ഒരു അഭിമുഖത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആളുകൾ സംശയത്തിൽ നോക്കാൻ തുടങ്ങിയതിന് ശേഷം, പ്രത്യേകിച്ച് ഈ പുസ്തകം ഇപ്പോൾ ഇതുവരെ വായിക്കാത്ത ആളുകൾക്ക് ലെനയുടെ ഒരു അഭിമുഖം മാത്രം കണ്ട് അതിൽ നിന്ന് അവരെത്തുന്ന ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവുമല്ലോ, അത് വ്യക്തി എന്ന നിലയ്ക്ക് ഗുണമായിട്ടാണോ തോന്നിയിട്ടുള്ളത്, ദോഷമായിട്ടാണോ തോന്നിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുണമാണ്. നമ്മുടെ ഈ ട്രോൾസ് പോലെ തന്നെ ആൾക്കാരിത് ശ്രദ്ധിച്ചത് തന്നെ വലിയ കാര്യമാണ്. ശ്രദ്ധ പോയിടത്തേക്ക് പിന്നീട് അത് ഇനിയും ആ ശ്രദ്ധ കാരണം ചില ആൾക്കാർ പുസ്തകം വായിച്ചു, അവരത് ഷെയർ ചെയ്തു. എന്തായാലും ഒരു അവയർനെസ് തുടങ്ങി. ഒരു പുസ്തകം എന്നുള്ളത് ഒരു സിനിമ പോലെയല്ല, അത് പതുക്കെ പതുക്കെയാണ് വളരുന്നത്. ചിലപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഏറ്റവും അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തുന്നത്. ഒരു സിനിമ റിലീസായി അത് തിയേറ്ററിൽ നിന്ന് പോകുന്ന പോലെയല്ല. അതുപോലെ ഞാൻ ഒരു ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഞാൻ സിനിമയൊക്കെ വിട്ടോ, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ ജീത്തു ജോസഫ് സാറിൻ്റെ വലതുവശത്തെ കള്ളനിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു എഴുത്തുകാരി എന്നുള്ളത് ഡെഫിനറ്റ്ലി ഞാൻ ഇനിയും പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പാരലൽ ട്രാക്ക് തന്നെയാണ്. നോർമൽ എന്ന വാക്കിൻ്റെ റിയൽ അർത്ഥം പറയുകയാണ്. നമ്മൾ നോർമൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ അവർ ഒന്ന് പരുതും. ബിക്കോസ് സാധാരണ എന്നുള്ളതാണ് നോർമൽ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊരു നോർമൽസി കർവ് വരയ്ക്കും ആവറേജ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ ആവറേജ് എപ്പോഴും ഒരു ബെൽ കർവ് ആയിരിക്കും. അതിൽ ഈ മെജോറിറ്റി ആൾക്കാർ, അതായത് മാസസ്, ആവറേജാണ്. അപ്പോൾ ആ ഒരു പ്രഷർ എല്ലാവരുടെ മേലുണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ഹൈസ്കൂൾ മുതൽ ഈ പ്രഷർ തുടങ്ങും, പിയർ പ്രഷർ. എല്ലാവരും മറ്റവനെ ഈ ഞണ്ടിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ആരും കയറിപ്പോകരുത്, നമ്മളെല്ലാവരും ഒരുപോലെ ആവറേജ് ആയിരിക്കണം. അപ്പോൾ റാങ്ക് വാങ്ങിക്കുന്ന കുട്ടികൾ എപ്പോഴും സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനത്തെ ഈ നോർമൽ ആവാൻ ശ്രമിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യുകയാണ്, നമ്മുടെ ഫുൾ എക്സ്പ്രഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ നോർമൽസി പകുതി മുക്കാൽ സമയം അതിൻ്റെ പ്രശ്നം മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ മറ്റുള്ളവരെന്ത് പറയും എന്ന് ഇരുന്നാൽ നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകും? നമ്മൾ ഫുൾ ടൈം അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെങ്ങനെ എന്തെങ്കിലും ചെയ്യും? നമ്മുടെ റിയൽ നേച്ചർ എങ്ങനെ പുറത്തു വരും? നമ്മളെങ്ങനെ വികസിക്കും? അപ്പോൾ ആ ഒരു ചേഞ്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അബ്നോർമൽ ആവാനല്ല പറയുന്നത്. പക്ഷേ ഈ നോർമൽസിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പബ്ലിഷ് ചെയ്തപ്പോൾ ഇതിൻ്റെ പബ്ലിസിറ്റി എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ച് ഞാനിവിടെ നമ്മുടെ സ്വരാജ് സാറൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ എൻ്റേതായ ഒരു ഫങ്ഷൻ അറേഞ്ച് ചെയ്യണോ, ഹൗ വിൽ ഐ ഇൻഫോം പീപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇന്ന് വായനക്കാരിത് വിജയിപ്പിച്ച് ഇംഗ്ലീഷ് ബുക്ക് മലയാളത്തിലേക്ക് DC ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ 3rd എഡിഷൻ റിലീസാവുന്നു. ലാലേട്ടൻ ഫോർവേഡ് എഴുതിയിരിക്കുന്നു ബുക്കിന്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ എല്ലാവരും ഇപ്പോൾ എന്നെ പ്രശംസിക്കുന്നു. സോ ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ല എക്സ്പീരിയൻസ് ആണ്. ഈ തൃപ്തി കിട്ടുന്നു എന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഈ ബുക്ക് എന്ന് പറയുന്നത് ഒരു പ്രാരാബ്ധം എന്ന് വേണം ഞാനതിനെ വിളിക്കാൻ. എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് എഴുതിയതാണ്. എൻ്റെ ഉറക്കം കെടുത്തുന്നതുകൊണ്ടും ഇത് എഴുതി പുറത്ത് വരുത്തിയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു അപാകത ആയി പോവും എന്നുള്ളതുകൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ്. എഴുതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു ആ ഒരു. പക്ഷേ എനിക്ക് പറയാനുള്ളത് അതാണ്, ഇവിടെ നിൽക്കുന്ന ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ പുസ്തകം വായിക്കാത്ത ആളുകളും ഉണ്ടാവും. ഈ പുസ്തകം ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ പുസ്തകം ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് ലെന നടത്തിയ ഒരു അഭിമുഖമാണ് വലിയ രീതിയിൽ വൈറലായി മാറുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ട്രോളന്മാർ ആ ഒരു സമയത്ത് ഇത്രത്തോളം ഏറ്റെടുത്തൊരു വിഷയം ഉണ്ടാവില്ല. പക്ഷേ അതിനുശേഷം ലെന എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി ഈ പുസ്തകം വായിച്ചൊരു വലിയ കൂട്ടം ആളുകളുണ്ട്. ആ വായിച്ചതിന് ശേഷം പിന്നെ ഈ പറയുന്ന ട്രോളുകളുടെ എല്ലാം ആ ഒരു ഭാഷ്യം, ആ ഒരു രീതി മാറിയിട്ടുണ്ടെന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് തരമായി തോന്നിയിട്ടുണ്ടോ? ആദ്യം ഞാൻ ട്രോൾ ചെയ്ത എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ട്രോൾ ചെയ്തത് കൊണ്ടാണ് ഈ പടം എന്ന് പറയുന്നത്, ഇപ്പോഴും സിനിമയാണ് ഓർമ്മ, ഈ ബുക്ക് ആമസോൺ ഓൾ ഇന്ത്യ ബെസ്റ്റ് സെല്ലർ ആയത്. അത് ഓൾ ഇന്ത്യ ബെസ്റ്റ് സെല്ലർ ആയപ്പോൾ പെൻഗ്വിൻ ബുക്സ് എന്നെ സമീപിച്ച് അവർ പബ്ലിഷ് ചെയ്ത എഡിഷനാണ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ട്രോളന്മാരില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ ട്രോളുകൾ കാരണം വൈറാലിറ്റി കാരണം ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഫൈറ്റർ പൈലറ്റ് ഇപ്പോൾ ആസ്ട്രോനോട്ട്,
ആ വീഡിയോ കാണുന്നു, വൈറലായ വീഡിയോ കാണുന്നു. അങ്ങനെ ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അതെ. സോ എല്ലാത്തിൻ്റെയും നന്ദി ട്രോളന്മാർക്കാണ്. ഈ ലെനയുടെ ജീവിതത്തിൽ തന്നെ പുതിയ പല കാര്യങ്ങളും സംഭവിച്ചതുപോലെ തന്നെ വായനക്കാരനെ സംബന്ധിച്ച് ഇപ്പോൾ ലെന കൊടുത്തൊരു അഭിമുഖത്തിലെ ഒരു ചെറിയ ക്ലിപ്പ് മാത്രം കണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ കമൻറ്റുകളെല്ലാം പിന്നീട് മാറി വന്നത് ലെനയുടെ പുസ്തകം വായിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് നമ്മളൊരു എഴുത്തുകാരെ സംബന്ധിച്ച് വലിയൊരു ഘടകമാണ്. തീർച്ചയായും ഞാൻ എന്നെ ഒരു എഴുത്തുകാരിയായിട്ടോ ഒന്നും കരുതുന്നില്ല. ഇപ്പോഴും എനിക്ക് ആ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ദൗത്യം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് പക്ഷേ ഒരുപാട് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് വന്നു തുടങ്ങിയപ്പോൾ ആക്ച്വലി ചിലത് വായിച്ചാൽ കണ്ണ് നിറഞ്ഞു പോകും. ആൾക്കാരുടെ ലൈഫ് മാറി ഈ ബുക്ക് വായിച്ചിട്ട്, അവർക്ക് ഭയങ്കര ഹോപ്പ് വന്നു. ഇപ്പോൾ ഓരോ ഇൻ്റർവ്യൂസിൻ്റെ കീഴിലുള്ള കമൻസ് വായിക്കുമ്പോൾ നമുക്ക് ഒരാളുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരുത്താൻ പറ്റുന്നു എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ഭയങ്കര സംതൃപ്തി തരുന്നൊരു കാര്യമാണ്. ഒരു ആക്ട്രസ് എന്ന നിലയ്ക്ക് നമുക്ക് ആരുടെയും ലൈഫിൽ റിയലി അങ്ങനെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റില്ല. ആസ് എൻ ഓത്തർ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കത് വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. ഈ ബുക്ക് വായിച്ച് അതിന്ന് ലൈഫിൽ നല്ല എന്തെങ്കിലും പോസിറ്റീവ് ചേഞ്ച് കിട്ടിയിട്ടുള്ള എല്ലാവരും, എനിക്ക് ഫീഡ്ബാക്ക് തന്ന എല്ലാവർക്കും റിയലി താങ്ക്സ് എ ലോട്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് ട്രോൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് മാമിൻ്റെ ഒരു അഭിപ്രായം? ഞാനെന്ത് പറയാൻ അതിനെക്കുറിച്ച്? അല്ല, ട്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതൊരു ജോലിയല്ലേ. ഇപ്പോൾ കുറേ പേരുടെ ജോലിയല്ലേ ട്രോളന്മാരെന്ന് നമ്മൾ വിളിക്കുന്നവർ. അവരെന്ത് ചെയ്യും? അവരുടെ ജോലിയാണ്. ആരെങ്കിലും എപ്പോഴും അവർ പിടിച്ച് അവരെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവരത് ചെയ്യും, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രേ പറയാനുള്ളൂ. മാധവ് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. മാധവിൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ഒരാളെ ഫസ്റ്റ് ഫിലിമിൽ തന്നെ നമ്മൾ പിടിച്ചങ്ങ് ട്രോൾ ചെയ്ത് നശിപ്പിച്ച് വെച്ച് ഇനി അഭിനയിക്കാൻ ധൈര്യം കാണിക്കരുതെന്നുള്ള ലെവൽ വരെ നമ്മൾ ട്രോൾ ചെയ്ത് വെച്ചാൽ മാധവിൻ്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മാധവ് തന്നെ അത് നമ്മൾ അറിയിക്കും എനിക്ക് തോന്നുന്നു. ഇനി അഭിനയിച്ചാൽ ഒരു പക്ഷേ ഈ ട്രോൾസിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ബോൾഡ്നെസ് വന്നിട്ടായിരിക്കും തിരിച്ചു വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ തീരുമാനിക്കും ഞാൻ എന്തിനാണ് ഇവരുടെയൊക്കെ മുമ്പിൽ വെറുതെ പോയി സമയം വേസ്റ്റ് ചെയ്യുന്നതെന്ന് മാധവ് വിചാരിക്കായിരിക്കും. മാധവിൻ്റെ തീരുമാനം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയാം മാധവ് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, വളരെ സ്ക്രീനിൽ കാര്യങ്ങൾ എങ്ങനെ വരും എന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, പഠിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഐ തിങ്ക് ഹീസ് വെരി ഹാർഡ് വർക്കിംഗ്. താല്പര്യം തോന്നിയാൽ ഇനിയും ആൾ തന്നെ ആളുടെ സ്കിൽസ് പോളിഷ് ചെയ്ത് വരും. ബിക്കോസ് ആക്ടിങ് എന്നൊക്കെ പറയുന്നത് ഒരു ഫസ്റ്റ് ഫിലിമിൽ തന്നെ വന്ന എല്ലാവരും ഋത്തിക് റോഷൻ ആവണമെന്നില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ ഫസ്റ്റ് ഫിലിം എടുത്താൽ എൻ്റെ അന്നത്തെ അഭിനയവും ഇന്നത്തെ അഭിനയവും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ കാലത്ത് ട്രോളന്മാർ ഒരാളെ വേരോടെ എടുത്ത് കളയുമെന്നാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷമേ ഞാൻ കംപ്ലീറ്റ്ലി എല്ലാം നിർത്തി പോകേണ്ടതായിരുന്നു. പക്ഷേ ട്രോളന്മാർ എനിക്ക് ഗുണം ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ താങ്ക്സ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. നമുക്ക് വഴിയെ കാണാം. ബർത്ത്ഡേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേക്ക് US ഒരു ഓപ്പൺ എയർലൈൻ, ഒരു ഓപ്പൺ പ്ലെയിനിൽ എനിക്ക് ഒരു ട്രിപ്പ് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തു. അത് 40 minutes ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. US അങ്ങനത്തെ പല ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസിനുള്ള സ്കോപ്പ് ഉണ്ട്. എല്ലാവർക്കും അറിയാനുള്ള മറ്റൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസയിൽ പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ഒരു എൻട്രി എങ്ങനെയായിരുന്നു, അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നാസയിലെ ഒരു വളരെ സ്പെഷ്യൽ ടൂറാണ് കിട്ടിയത്. അത് ഇൻസൈഡേഴ്സിൽ നാസയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ടൂറാണ്. അവരുടെ ന്യൂട്രൽ ബോയൻസി ലാബ്, അവരുടെ അവരത്ര നന്നായിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളൊരു ടൂറാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടുപോകുന്ന ലെവലിലുള്ള കാര്യങ്ങളാണ് കാണുന്നതും. ആ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. എൻ്റെ കയ്യിൽ കുറേ വീഡിയോസ് ഉണ്ട് അതിൻ്റെ. ഒരു ദിവസം ഞാനതെല്ലാം കൂടെ ക്യൂറേറ്റ് ചെയ്ത് ഞാൻ ഷെയർ ചെയ്യാം സോഷ്യൽ മീഡിയയിൽ. താങ്ക് യു.